നമസ്കാരം. പക്ഷികളെ പറ്റിയുള്ള ചില വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. പക്ഷികൾ പാടുന്നതിൻ്റെ കാരണമെന്ത്? സ്വന്തം സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കാനും ഇണയെ ആകർഷിക്കാനും മറ്റുമായി പക്ഷികൾ ഉണ്ടാക്കുന്ന മധുര ശബ്ദമാണ് പക്ഷികളുടെ പാട്ട്. തൊണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന സൈറിങ്സ് എന്ന അവയവത്തിൻ്റെ സഹായത്തോടെയാണ് പക്ഷികൾ പാടുന്നത്. അസാധാരണമായ ഈ അവയവം പക്ഷികളുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ പൂന്തോട്ടങ്ങളിലും പറമ്പുകളിലും കാണുന്ന മണ്ണാത്തിപ്പുള്ളും കുയിലും കാട്ടുമൈനയുമൊക്കെ പക്ഷിലോകത്തെ അനുഗ്രഹീത ഗായകരാണ്. ഒരു പ്രത്യേക സ്ഥലം അതിൻ്റെ വരുതിയിലുള്ളതാണെന്ന് പക്ഷികൾ കരുതുന്നു. അവിടെ അതിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്ന വിളംബരമാണ് പാട്ടിലൂടെ പക്ഷി വെളിപ്പെടുത്തുന്നത്. ആൺപക്ഷികളാണ് സാധാരണ പാട്ടുപാടുന്നത്. പെൺപക്ഷിയുടെ മറുപടി പാട്ടും ചിലപ്പോൾ കേൾക്കാം. സ്വന്തം വർഗത്തിൽപ്പെട്ട മറ്റ് ആൺപക്ഷികൾ തൻ്റെ അധികാര പരിധിക്കകത്തുള്ള സ്ഥലത്ത് പ്രവേശിക്കുന്നത് ഒരാൺപക്ഷിയും സഹിക്കില്ല. ഇങ്ങനെ അതിക്രമിച്ച് കിടക്കുന്നവരെ താക്കീത് ചെയ്യുന്ന ശബ്ദങ്ങൾ ഇവ പുറപ്പെടുവിക്കുന്നുണ്ട്. താക്കീത് കൊണ്ട് പിൻവാങ്ങിയില്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ വിരട്ടി ഓടിക്കാനും ഈ പക്ഷികൾ മടിക്കില്ല. അപൂർവമായി മാത്രമേ മൽപ്പിടുത്തം വേണ്ടി വരാറുള്ളൂ. ഇണചേരുന്ന കാലത്താണ് ഇത്തരം സ്വഭാവങ്ങൾ കൂടുതൽ കാണുന്നത്. ആൺകിളി തനിക്ക് കൈവശാവകാശമുള്ള സ്ഥലത്തിരുന്ന് പെൺകിളിക്ക് സ്വാഗതമരുളുന്നു. ഇണയെ ആകർഷിക്കാനുള്ള ശബ്ദം ചിലപ്പോൾ മറ്റ് ശബ്ദങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങൾക്ക് വേണ്ടി പക്ഷിക്കുഞ്ഞുങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദവും അപകട സൂചന നൽകുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ശബ്ദവും വ്യത്യസ്ത തരത്തിലുള്ളതായിരിക്കും. ഇത് പക്ഷികൾ പുറപ്പെടുവിക്കുന്ന ഈ ശബ്ദം പക്ഷികളുടെ പാട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നു. പക്ഷികളെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം മാത്രം. ഇത്രമാത്രം. നന്ദി, നമസ്കാരം.